ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അലൻ ജോസുമായി പോലീസിന്റെ തെളിവെടുപ്പ്. അലന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയെ അലൻ കടയിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. അർജുൻ മട്ടന്നൂർ. അർജുൻ, നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായ കൊലപാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ കൊലപാതകം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ള. ഇപ്പോൾ എങ്ങനെയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്? നികേഷ് കുമാർ, ഇപ്പോൾ മുണ്ടംവെലിയിലെ അലൻ ജോസിന്റെ വീട്ടിലാണ് ഈ പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ആയുധമടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഈ ബിനോയിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയടക്കം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലും ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ കൊലപാതകം നടന്ന ഈ കടയിലേക്ക് ഈ പ്രതി അലനെ കൊണ്ടുപോവുക. അതായത് ബുധനാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അലൻ ജോസ് ബിനോയ് സ്റ്റാലിനി എന്ന് പറയുന്ന ഇയാളെ കടയിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 20-ലേറെ തവണയാണ് ഇയാൾ കത്തികൊണ്ട് ഇയാളെ കുത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അത്രയും ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. നേരത്തെ ഈ ബിനോയ് അലനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലടക്കം എത്തിച്ചിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും പറയുന്നു. ഇതിനു മുൻപ് തന്നെ ഈ ബിനോയിയെ കൊലപ്പെടുത്തുമെന്ന് അലൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വീട്ടിലടക്കം പരിശോധന. ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അർജുൻ, അയാള് കത്തി പോക്കറ്റിൽ നിന്ന്, പിന്നിലെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, പിന്നിലെ പോക്കറ്റിൽ തിരികെ തിരുകുന്നു എന്നുള്ളതാണ്. പോലീസിനോട് ഇയാൾ എവിടെയാണ് കത്തി ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നില്ല എന്നാണോ? നികേഷ് കുമാർ, ഇയാളുടെ ഈ വീട്ടിലോ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ മറ്റേ വീട്ടിലോ ഈ കത്തി ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇത്തരമൊരു സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയുമായി ഈ വീടുകളിൽ അടക്കം എത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നത്. ഇയാൾ ഈ കത്തിയുമായാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. കത്തി പിറകിൽ തിരികെയാണ് ഇയാൾ അങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഇയാൾ ഈ ബിനോയിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ബിനോയിയെ പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ഈ കത്തി ഇയാൾ ഉപേക്ഷിക്കുന്നില്ല, പകരം പിറകിൽ തിരികെക്കൊണ്ട് ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. സ്വാഭാവികമായും ഈ കത്തി നശിപ്പിക്കാൻ ശ്രമിക്കുകയോ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. സ്വാഭാവികമായും ഇന്നലെ കസ്റ്റഡിയിലായതിനു ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ആയുധമടക്കം കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. ഏതാണ്ട് 45 മിനിറ്റിലേറെയായി ഈ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ഇതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ആ വീട്ടിലേക്കും അലനെ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ഈ സ്ഥലത്ത് കൊലപാതകം നടന്ന ആ കടയിലേക്ക് അലനെ എത്തിക്കുക. നികേഷ് കുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ.